ഹായ് ഓൾ. ഇന്ന് നമ്മൾ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 1-ന്റെ ജൂൺ 2023 നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ മൊഡ്യൂൾ 4 and 5. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 4-ൽ അതിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ മൊഡ്യൂൾ 4-ൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോമ്പാക്ഷൻ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, 12 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. കോമ്പാക്ഷൻ ടെസ്റ്റിൻ്റെ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള വെയിറ്റ് ഓഫ് മോൾ പ്ലസ് വെയിറ്റ്, സോയിലിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്. 5 തവണ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ 5 തവണയുള്ള വെയിറ്റും അതിൻ്റെ വാട്ടർ കണ്ടന്റും തന്നിട്ടുണ്ട്. ദെൻ ആ യൂസ് ചെയ്ത മോൾഡിൻ്റെ വോളിയം തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോയിൽ തന്നിട്ടുണ്ട്. ഇതിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്ന MDD ആൻഡ് OMC എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ആൻഡ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ്. അത് കോമ്പാക്ഷൻ കർവ് വരച്ച് അതിൽ നിന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളിത് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ ഗ്രാഫിൽ തന്നെ പ്ലോട്ട് ചെയ്യാം. ഇൻവിജിലേറ്ററിന് ഗ്രാഫ് വാങ്ങിച്ച് ഗ്രാഫിൽ തന്നെ പ്ലോട്ട് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ അതിനകത്ത് 0 എയർബോർഡ് ലൈനും പ്ലോട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആണിത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ടേബിൾ ഓർക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് നമുക്ക് വെയിറ്റ് ഓഫ് മോൾ പ്ലസ് വെറ്റ് സോയിലാണ് തന്നിരിക്കുന്നത്, വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഡെൻസിറ്റി, ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി, ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ച എക്സ്പെരിമെന്റിൽ? ഗാമ ബൈ 1 + W ആ പഠിച്ചത് അല്ലേ? ഇതിൽ ഗാമ എന്ന് പറയുന്നത് എന്തായിരുന്നു? സോയിലിന്റെ ബൾക്ക് ഡെൻസിറ്റി ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ബൾക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ബൾക്ക് ഡെൻസിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? വെയിറ്റ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സോയിൽ അല്ലേ? അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ഓഫ് മൗൾഡ് പ്ലസ് വെറ്റ് സോയിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ വെയിറ്റ് ഓഫ് മൗൾഡ് തന്നിട്ടുണ്ട്. ഇത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ആ ഒരു മൗൾഡിലുള്ള വെറ്റ് സോയിലിന്റെ വെയിറ്റ് കിട്ടും അല്ലേ? ദാറ്റ് ഈസ് 29.25 മൈനസ് 10 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? വെറ്റ് സോയിലിന്റെ വെയിറ്റ് കിട്ടി. അതേപോലെ നെക്സ്റ്റ് 30.95 മൈനസ് വെയിറ്റ് ഓഫ് മോൾഡ് ചെയ്യുമ്പോൾ സോയിലിന്റെ മാത്രമുള്ള വെയിറ്റ് നമുക്ക് കിട്ടും. ഇനി വോളിയം ഓൾറെഡി ഇവർ 1000 cm³ ഡയറക്റ്റ്ലി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബൾക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, സോ വെയിറ്റ് ഇവിടെ വെറ്റ് സോയിലിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 19.25 ആണ്. യൂണിറ്റ് ശ്രദ്ധിച്ചോണം കേട്ടോ. യൂണിറ്റ് ഇവിടെ ന്യൂട്ടൺ ആണ്. നമ്മൾ എത്ര കിലോമീറ്ററിന് ചെയ്യുന്നതാണ്. നമ്മൾ ഇനി കിലോമീറ്ററിനൊക്കെ എന്ത് ചെയ്യും? 10⁻³ ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ 1000 cm³ ആണ് അല്ലേ? സോ 1000 cm³ മീറ്റർ ക്യൂബ് ആക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? 10⁻⁻6. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 19.25 kN/m³ എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് വൺ ഈസ് ചെയ്ത് വരുമ്പോൾ 20.95 kN/m³. തേർഡ് വൺ എന്ന് പറയുന്നത് 21.50. ഫോർത്ത് വൺ ഈസ് 21.25, then 20.70. ഇതിപ്പം മേലുള്ള അതേ വാല്യൂ തന്നെ മറ്റേ എഴുതരുത്. ഇവിടെ വോളിയം 1000 തന്നിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ സെയിം വാല്യൂ വന്നത് കേട്ടോ. വോളിയത്തിന്റെ വാല്യൂ മാറുവാണെങ്കിൽ ഈ വാല്യൂ മാറും. സോ വെറ്റ് സോളിൽ അത് തന്നെ ആയിരിക്കും ഗാമ എന്ന് പറഞ്ഞ് എഴുതരുത്. ഇവിടെ വോളിയം 1000 വന്നിരിക്കുന്നതുകൊണ്ടാണ്. സോ W/V തന്നെ നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ബൾക്ക് ഡെൻസിറ്റി കിട്ടും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ഡ്രൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബൾക്ക് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ വാട്ടർ കണ്ടന്റ്. സോ വാട്ടർ കണ്ടന്റ് ഓൾറെഡി ഇല്ല. 5 തവണത്തെ വാട്ടർ കണ്ടന്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഓരോന്നിന്റെയും ബൾക്ക് ഡെൻസിറ്റി എടുക്കുക, ഡിവൈഡഡ് ബൈ വാട്ടർ കണ്ടന്റ്. ഓക്കെ, വാട്ടർ കണ്ടന്റ് ചെയ്യുമ്പോൾ ഡെസിമൽ ഇട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 19.25 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് എന്ന് പറയുന്നത് 19 ഡിവൈഡഡ് ബൈ 1 + 0.10 അല്ലേ? സോ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ഡെൻസിറ്റി 17.5 കിട്ടും. ആദ്യത്തേത്. രണ്ടാമത്തെ 18.71, തേർഡ് വൺ 18.81, ഫോർത്ത് വൺ ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണ് കിട്ടുന്നത് ചെയ്ത് നോക്കണം. 17.5. ഓക്കെ, അപ്പം നമുക്ക് ഡ്രൈ ഡെൻസിറ്റി കിട്ടി. ഓക്കെ, നമുക്ക് ഇനി നമ്മുടെ കോമ്പാക്ഷൻ കർവ് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? കോമ്പാക്ഷൻ കർവ് നമുക്ക് പ്ലോട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെയായിരുന്നു വേണ്ടത്? ഇങ്ങനെ ഒരു കർവ്. അതിൽ എക്സ് ആക്സിൽ നമ്മൾ എന്താ പ്ലോട്ട് ചെയ്യുക? എക്സ് ആക്സിൽ നമ്മൾ വാട്ടർ കണ്ടന്റ് പ്ലോട്ട് ചെയ്യും, y ആക്സിൽ നമ്മൾ ഡ്രൈ ഡെൻസിറ്റി പ്ലോട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് കോമ്പാക്ഷൻ കർവ് പ്ലോട്ട് ചെയ്യാനുള്ള രണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. വാട്ടർ കണ്ടന്റും കിട്ടിയിട്ടുണ്ട്, ഡ്രൈ ഡെൻസിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ കർവിൽ ഓരോ വാട്ടർ കണ്ടന്റ് 10, 12, 14 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ആ വാട്ടർ കണ്ടന്റ് നിങ്ങൾ എക്സ് ആക്സിലേക്ക് പ്ലോട്ട് ചെയ്യുക. അതിന്റെ കറസ്പോണ്ടിങ് ഡ്രൈ ഡെൻസിറ്റി ഇപ്പൊ കണ്ടുപിടിച്ച ഡ്രൈ ഡെൻസിറ്റി വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? y ആക്സിലേക്ക് പ്ലോട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ കിട്ടുന്ന പോയിന്റുകൾ 5 പോയിന്റ് കിട്ടും. ആ പോയിന്റുകൾ നിങ്ങൾ ജോയിൻ ചെയ്ത് ഒരു കർവ് വരയ്ക്കാം. എന്നിട്ട് ഇതിൽ നമ്മൾ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? ഇതിന്റെ ഏറ്റവും ടോപ്പ് പോയിന്റ്, ആ കർവ് പോയിന്റ് വരച്ചിട്ട് പോയിന്റുകൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന പോലെ ഒരു കർവ് പോലെ നമ്മൾ വരയ്ക്കണം കേട്ടോ. ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് വെക്കരുത്. സോ നമുക്കൊരു കർവ് ആയിരിക്കും കിട്ടുക. ആ കർവിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ്, ആ ടോപ്പ് മോസ്റ്റ് പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക? y ആക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. y ആക്സിൽ അതുകൊണ്ട് ബൈസെക്ട് ചെയ്യുന്ന പോയിന്റ്, ആ വാല്യൂ എത്ര നോക്കുക, അതായിരിക്കും നിങ്ങളുടെ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി. ദെൻ ആ പോയിന്റ് താഴേക്കും എക്സ് ആക്സിലേക്ക് പ്ലോട്ട് ചെയ്യുക. എക്സ് ആക്സിൽ എവിടെ വന്ന് മുട്ടുന്നു, അതാണ് നിങ്ങളുടെ എന്തെന്ന് പറയുന്നത്?
OMG എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഈ വാല്യൂ വെച്ചിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. അതിൽ നിന്ന് ടോപ്പ് വാല്യൂ ആൻഡ് താഴത്തെ മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ചെയ്തു വരുമ്പോഴത്തേക്കും ഗ്രാഫ് ചെറിയൊരു വേരിയേഷൻ, ഗ്രാഫ് ഓരോ ആൾക്കാരും വരയ്ക്കുന്നതനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് അതിൽ വരും. ഓക്കെ, എന്നാലും ഇപ്പം ഞാൻ നമ്മുടെ സ്കീമിനുണ്ടായിരുന്ന വാല്യൂ ഞാൻ പറയാം. സ്കീമിനുണ്ടായിരുന്ന ഗാമ ഡി എന്ന് പറയുന്നത് 18.9 kN/m³ ആയിരുന്നു. ഏകദേശം ഈ ഒരു റേഞ്ചിനടുത്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം നിങ്ങൾ ഗ്രാഫ് വരച്ചിട്ട്. അതേപോലെ ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് വന്നത് ഇറ്റ് ഈസ് 13.4%. ഇത് ഞാൻ സ്കീമിലെ വാല്യൂ തന്നാണ് കേട്ടോ. ഇതായിരുന്നു ഗ്രാഫ് വരയ്ക്കുമ്പോൾ വരുന്ന വാല്യൂ. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, എയർ വോയിഡ് ലൈൻ, സീറോ എയർ വോയിഡ് ലൈൻ വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സീറോ എയർ വോയിഡ് ലൈൻ എന്ന് പറയുന്നത് അർത്ഥം സീറോ എയർ വോയിഡ്സ് ആൻഡ് എയർ വോയിഡ് ഇല്ല. ദാറ്റ് മീൻസ് അതിലെ എസിന്റെ വാല്യൂസ് ഫുള്ളി സാച്ചുറേഷൻ, എസ് എന്ന് പറയുന്നത് 1 ആയിരിക്കുന്ന കണ്ടീഷനിലുള്ള സീറോ എയർ വോയിഡ് ലൈൻ. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കണം, നമ്മൾ ഡ്രൈ ഡെൻസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. അതിന്റെ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? സീറോ എയർ വോയിഡ് ലൈൻ കറസ്പോണ്ടിങ് ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് G ഇൻറ്റു, ഓക്കെ, അപ്പം നമ്മുടെ സീറോ എയർ വോയിഡ് ലൈൻസ് വരയ്ക്കാനായിട്ട് ഉള്ള ഡ്രൈ ഡെൻസിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നതായിരുന്നു G ഇൻറ്റു ഗാമ W ബൈ 1 + E ആണ് അല്ലേ. പക്ഷെ ഈ ഇയുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല. പകരം നമുക്കിവിടെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സീറോ എയർ വോയിഡ് എന്ന് പറയുമ്പോൾ സീറോ എയർ വോയിഡ് എന്ന് പറയുമ്പോൾ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ 1 ആണെന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇനെ എങ്ങനെ എഴുതാം? നമ്മൾ റിലേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ, SC = W × G എന്ന റിലേഷൻ പഠിച്ചിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് റൈറ്റ് E = WG/S എന്ന് എഴുതാം. S എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 1 ആണ്. വാട്ടർ കണ്ടന്റ് ഇവിടെ നമുക്ക് എല്ലാ സാമ്പിളിനെയും വാട്ടർ കണ്ടന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഇനെ റീപ്ലേസ് ചെയ്ത് എന്ത് കൊടുക്കാം? W × G എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് സീറോ എയർ വോയിഡ് ലൈൻ വരയ്ക്കാനായിട്ട് ഡ്രൈ ഡെൻസിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് G / 1 + WG × ഗാമ W. ഇനി എന്ത് ചെയ്താൽ മതി? ഓരോ സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് സാമ്പിൾ എടുക്കുക. അതിൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2.7 ആണ്, W എന്ന് പറയുന്നത് 0.1 ആണ്, G എന്ന് പറയുന്നത് 2.7. അഗെയിൻ ഗാമ W നമ്മൾ kN/m³ ഇവിടെ ചെയ്യുന്നത്. ബട്ട് ഗാമ W നമ്മൾ 9.81 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് ഇതിന്റെ വാല്യൂ 20.85 കിട്ടും. സിമിലർ നെക്സ്റ്റ് വാല്യൂ കൊടുക്കുക. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ജിയുടെ വാല്യൂ കൊടുക്കുക, 1 + W × G × ഗാമ W. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 5 സാമ്പിളിന്റെയും ഗാമ ഡിയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് സീറോ എയർ വോയിഡ് ലൈൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. ഇനി സീറോ എയർ വോയിഡ് ലൈൻ നമ്മൾ എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത്? നമ്മൾ അഗെയിൻ ഈ സെയിം ഗ്രാഫിലേക്ക് നമ്മൾ വരച്ച ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റും ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിച്ച കോമ്പാക്ഷൻ കർവിലേക്ക് പോവുക. അവിടെ എന്ത് ചെയ്യാം? ഓരോ വാട്ടർ കണ്ടന്റിനും കറസ്പോണ്ടിങ് ആയിട്ട്, ഓക്കെ, ഇപ്പൊ 10ന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയ സീറോ എയർ വോയിഡ് ഗാമ ഡിയുടെ വാല്യൂ, ഓക്കെ, ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനുള്ള ഗാമ ഡിയുടെ വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് 20.85. 10ന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയ വാല്യൂസ് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അപ്പൊ ഇതേപോലെ ഇങ്ങനെ വാല്യൂസ് കിട്ടും. നിങ്ങൾ ഗ്രാഫിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാല്യൂ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ലൈൻ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ലൈൻ കിട്ടും. ഈ ലൈനാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? സീറോ എയർ വോയിഡ് ലൈൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് S = 1 ആകുമ്പോൾ അല്ലേ. ഇനി ഇതിപ്പം നമ്മളോട് പറഞ്ഞായിരുന്നു ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിലുള്ളതാണ്, അല്ലെങ്കിൽ സീറോ എയർ വോയിഡ് ലൈൻ എന്ന് പറഞ്ഞു. ഇനി വേണമെങ്കിൽ നിങ്ങളോട് ക്വസ്റ്റിന് ചോദിക്കാം, എസിന് നിങ്ങൾക്ക് ഒരു വാല്യൂ തരും, അതായത് 90% ആയിരിക്കുമ്പോൾ ഉള്ള എയർ വോയിഡ് ലൈൻ വരയ്ക്കാൻ പറയും. ഇവിടെ സീറോ എയർ വോയിഡ് ലൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സീറോ എയർ വോയിഡ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ S = 1. ഇനി അവർ പറയുന്നത് 90% കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയർ വോയിഡ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച E = WG/S ഉണ്ടല്ലോ, ഇവിടെ എസിന് എന്ത് കൊടുക്കാം? തന്നിരിക്കുന്ന എത്രയാണ് സാച്ചുറേഷൻ പറഞ്ഞിരിക്കുന്നത് ആ വാല്യൂ വേണം നമ്മൾ എസിന് കൊടുക്കാനായിട്ട്. അത് വെച്ചിട്ട് നമ്മൾ ഗാമ ഡിയുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഇതേപോലെ പ്ലോട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ എയർ വോയിഡ് ലൈൻ പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അതിന്റെ ബി പാർട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡിറ്റർമൈൻ ദ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ദ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി ഒബ്റ്റെയിൻഡ്. നമുക്ക് ആ ഒരു കോമ്പാക്ഷൻ കർവ് വെച്ച് നമ്മൾ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി പറഞ്ഞല്ലോ. ആ ഒരു കർവിൽ നമുക്ക് കിട്ടിയ മാക്സിമം ഡ്രൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് 18.9 kN/m³ ആയിരുന്നു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എസിന്റെ വാല്യൂ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കാനാണ് ബി പാർട്ടി ചോദിച്ചത്. ഓക്കെ, സോ നമുക്ക് അതിനകത്തുനിന്ന് മാക്സിമം ഡ്രൈ ഡെൻസിറ്റി കിട്ടിയത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോയ്സ്ചർ കണ്ടന്റ് 13.4 ആയിരുന്നു. ഓക്കെ, ഇനി ഗാമ ഡിയുടെ റിലേഷൻ ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയാണ്. ഗാമ ഡി നമുക്ക് ഇയുടെ വാല്യൂടെ അറിയില്ല. സോ നമുക്ക് എങ്ങനെ എഴുതാം? G × ഗാമ W/1 + ഇക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? WG/S എന്ന് കൊടുക്കാം.
ഓക്കെ. സോ ഇവിടെ എസ് നമുക്ക് 100 എടുക്കാൻ പറ്റില്ല, കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ആ എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇക്ക് പകരം എസ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ജി എന്നുള്ള ഇക്വേഷനിൽ ഇക്ക് പകരം നമ്മൾ ഡബ്ല്യു ജി ബൈ എസ് എന്ന് എടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ഇവിടെ 1 പ്ലസ് ഇയുടെ സ്ഥാനത്ത് നമ്മൾ ഡബ്ല്യു ജി ബൈ എസ് കൊടുക്കുകയാണ്. ഓക്കെ. സോ ഗാമ ഡി എന്ന് പറയുന്നത് 18.9 ആണെന്ന് നമുക്കറിയാം. ജി ഈസ് 2.7 എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഗാമ ഡബ്ല്യു 9.81 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഡബ്ല്യു നമുക്ക് കിട്ടിയത് ഗ്രാഫിൽ നിന്ന് 13.4 ആണ്. ദാറ്റ് ഈസ് 134 ഇൻറ്റു ജി ഈസ് അഗെയിൻ 2.7 ഡിവൈഡ് ബൈ എസ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഇക്വേഷൻ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുന്നെങ്കിൽ എസിന്റെ വാല്യൂ 90%, 0.90 സംതിങ് ആവരെ, 0.9012 വരും. ദാറ്റ് ഈസ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ 90%, 90.12%. ഓക്കെ. ഇതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? സോ കോമ്പാക്ഷൻ കർവ് വരയ്ക്കാൻ എളുപ്പമാണ് ക്വസ്റ്റ്യൻ. കോമ്പാക്ഷൻ കർവ് വരയ്ക്കേണ്ട എങ്ങനെയാണെന്ന് നോക്കുക. അതിനകത്ത് എങ്ങനെ ട്രൈ ഡെൻസിറ്റി ഓപ്റ്റിമം മോയ്സ്ചർ കണ്ടന്റ് കണ്ടുപിടിക്കാന്ന് മനസ്സിലാക്കുക. അതേപോലെ എയർപോർട്ട് ലൈൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് വരയ്ക്കാം. ഈ ഇക്വേഷൻ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ഒത്തിരുന്നാൽ മതി. അതിൽ എസിന്റെ വാല്യൂ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് ആ വാല്യൂ കൊടുക്കാം. ഓക്കെ. അതാണ് ഒരു ക്വസ്റ്റ്യൻ അടുത്ത് ചോദിച്ചിരുന്നത്. ദെൻ നെക്സ്റ്റ് ആ മൊഡ്യൂളിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ അടുത്ത ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഇത് മൊഡ്യൂൾ 5ലെ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു ട്രൈ ആക്സിൽ ഷിയർ ടെസ്റ്റ് ആയിട്ടാണ് ചോദിച്ചത്. അതായത് നിങ്ങൾക്കൊരു ട്രൈ ആക്സിൽ ഷിയർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. അവിടുത്തെ കൺഫൈനിങ് പ്രഷർ 100 kN/m3 സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. കൺഫൈനിങ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? കൺഫൈനിങ് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആയിട്ടാണ് എടുക്കുന്നത്. സോ σ3 ഈസ് 100 kN/m സ്ക്വയർ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫെയിലിയർ ടൈമിലുള്ള ഡീവിയേറ്റഡ് സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ദെൻ ആ ഒരു റിസൾട്ട് നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ്. നമുക്ക് റിസൾട്ട് തന്നിരിക്കുന്നത്. ഓക്കെ. സോ ഇത്ര നോർമൽ സ്ട്രെസ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ക്വസ്റ്റ്യൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് മോർ സർക്കിൾ പ്ലോട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ. സിമ്പിൾ, കുറച്ച് എളുപ്പം മോർ സർക്കിൾ പ്ലോട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഇക്വേഷൻ ഓർക്കുന്നില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ സിമ്പിൾ മോർ സർക്കിൾ പ്ലോട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. ഓക്കെ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം, അനലിറ്റിക്കലായിട്ട് ഇക്വേഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഗ്രാഫിക്കലി ആൻഡ് അനലിറ്റിക്കലി 2 രീതിയിലും ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇപ്പൊ 2 രീതിയിൽ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പൊ ആദ്യം ഞാൻ ഗ്രാഫിക്കലി എങ്ങനെ സോൾവ് ചെയ്യുന്നത് പറയാം. അപ്പൊ ഗ്രാഫിക്കലി സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മോർ സർക്കിൾ ആണ് അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കണം? മോർ സർക്കിൾ വരയ്ക്കണം. സോ മോർ സർക്കിൾ വരയ്ക്കാനായിട്ട് എങ്ങനെയാണ് മോർ സർക്കിൾ വരച്ചുകൊണ്ടിരുന്നത്? നമുക്കിവിടെ നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത് അല്ലേ? സോ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഓർമ്മയുണ്ടോ? ഇങ്ങനെ നമ്മൾ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, അതിൽ എക്സ് ആക്സിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? എക്സ് ആക്സിൽ വിൽ പ്ലോട്ട് നോർമൽ സ്ട്രെസ് ആൻഡ് വൈ ആക്സിൽ വിൽ പ്ലോട്ട് ഷിയർ സ്ട്രെസ്. ദെൻ ഇവിടെ നോർമൽ സ്ട്രെസ് ഇതെല്ലാം ഈക്വൽ ഇന്റർവെൽ അത് വരയ്ക്കും. സോ അതേപോലെ നമുക്ക് പ്ലോട്ട് ചെയ്താൽ മതി. 35, 70 and 105. Similarly, shear stress 29, 58 and 87. Okay, ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടത്? നോർമൽ സ്ട്രെസ് 35 ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ സ്ട്രെസ് 29. സോ അവിടെ ഒരു നമ്മൾ പോയിന്റ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് 58 അവിടെ കൊടുക്കുക, 105 and 87 അവിടെ നമ്മളൊരു വാല്യൂ കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഈ 3 ലൈനിനെയും കൂടെ ചേർത്തിട്ട്, ഈ 3 ലൈനിനെയും കൂടെ ചേർത്ത് നമ്മൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരയ്ക്കും. സ്ട്രെയിറ്റ് ലൈൻ 3 ഒരേ ലൈനിലായിരിക്കും പാസ് ചെയ്യാതെ ചേർത്ത് വരയ്ക്കാം. ദെൻ ഈ ഒരു ലൈനെ നമ്മൾ എന്ത് ചെയ്യണം? പുറോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അത് 0-ലായിരിക്കില്ല വന്ന് മുട്ടുന്നത്, വൈ ആക്സിൽ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും വന്ന് മുട്ടുന്നത്. ഓക്കെ. സോ ഇത് വൈ ആക്സിൽ വന്ന് മുട്ടുന്ന പോയിന്റ് തൊട്ട് ഇവിടെ തൊട്ട് 0 വരെയുള്ള പോയിന്റ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? കോഷ്യന്റ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെ? ഇനി ഈ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ എന്തായിരുന്നു? ഇതാണ് നമ്മുടെ ഫെയിലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെയാണ് ഈ ഒരു ലൈനിന്റെ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിക്കുന്ന ആംഗിൾ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഫൈ ആംഗിൾ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ സി വാല്യൂ എന്ന് പറയുന്നത് വൈ ഇന്റർസെപ്റ്റ്, ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈ വാല്യൂ. ഓക്കെ. ഇനി ഇതിൽ നമുക്ക് മോർ സർക്കിൾ നമ്മൾ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്? നോക്കി, ഇവിടെ നിങ്ങൾക്ക് 3 ഷിയർ സ്ട്രെസ്സിന്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഫെയിലിയറിനുള്ള ഷിയർ സ്ട്രെസ്. ദെൻ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ഷിയർ സ്ട്രെസ് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ ഷിയർ സ്ട്രെസ്സിൽ നിന്നും നമ്മൾ ഈ എക്സ് ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ, എക്സ് ആക്സ് നമ്മളൊരു പെർപെൻഡിക്കുലർ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ആ പെർപെൻഡിക്കുലർ വന്ന് മീറ്റ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? മോർ സർക്കിളിന്റെ സെന്ററിലായിരിക്കും ആ പോയിന്റ് വന്ന് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ നമുക്കറിയാം സെന്റർ ആണ്. സോ ഇതാണ് നമ്മുടെ റേഡിയസ്. സോ ഇത് സെന്റർ ആക്കിയിട്ട് ഈ വരച്ച പെർപെൻഡിക്കുലർ റേഡിയസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ? നിങ്ങളൊരു മോർ സർക്കിൾ, കോമ്പസ് ഉപേക്ഷിച്ച് ഒരു മോർ സർക്കിൾ അങ്ങ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇപ്പൊ ഒരു മോർ സർക്കിൾ കിട്ടി. ഓക്കെ. മോർ സർക്കിൾ കിട്ടി. അതിന്റെ സെന്റർ നമുക്കറിയാം. ഇപ്പൊ ഞാൻ വരച്ചതിന്റെ കുഴപ്പമുണ്ട്, നിങ്ങൾ ഇത് വെച്ച് വരയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും.
ഇനി ശ്രദ്ധിച്ച്, ഈ മോർ സർക്കിളിന്റെ ഈ ലാസ്റ്റ് എൻഡ് ഇവിടെ വന്ന് മുട്ടുന്ന ഈ എൻഡ് തൊട്ട് നിങ്ങളുടെ ഒറിജിൻ വരെ ഈ ഒരു പോയിന്റ്, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് നമ്മുടെ σ1 അല്ലെങ്കിൽ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അതുപോലെ തന്നെ ഈ വാല്യൂ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വാല്യൂ ആണ് നിങ്ങളുടെ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടും. ഇനി ഡീവിയേറ്റഡ് സ്ട്രെസ് ഫെയിലിയറിലുള്ള മോർ സർക്കിൾ ആണല്ലേ, സോ ഡീവിയേറ്റഡ് സ്ട്രെസ് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഡീവിയേറ്റഡ് സ്ട്രെസ് ഈക്വൽ ടു σ1 മൈനസ് σ3 ചെയ്താൽ മതി. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡീവിയേറ്റഡ് സ്ട്രെസ് അറ്റ് ഫെയിലിയർ. സോ ഇതാണ് നിങ്ങൾ ഗ്രാഫിക്കിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒരു വഴി. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ചും കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഷിയർ സ്ട്രെങ്തിന്റെ ഇക്വേഷൻ ആണ്. നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇത് ഗ്രാഫിക്കിലാണ്. ഈ ഇക്വേഷൻ ഞാൻ പറയുകയാണ്. ഷിയർ സ്ട്രെസ് ടോ ഇസ് ഈക്വൽ ടു സി പ്ലസ് സിഗ്മ ടാൻ ഫൈ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ്, ഇതിപ്പോൾ 3 സാമ്പിൾ ഉണ്ട്. ഓക്കെ, സോ 3 സാമ്പിളിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. നമുക്ക് ഇവിടെ സി വാല്യൂയും ഗാമ വാല്യൂയും നമുക്ക് അറിയില്ല. നമുക്ക് ടോ ആൻഡ് സിഗ്മ മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് സാമ്പിൾ എടുക്കുകയാണ്. സോ 35 ഇസ് ഈക്വൽ ടു സിയുടെ വാല്യൂ നമുക്ക് അറിയില്ല, അതിന് കറസ്പോണ്ടിങ്. സോ 35 അല്ല, 29 ഇസ് ഈക്വൽ ടു സി പ്ലസ് സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നതാണ് ഇവിടെ 35 പ്ലസ് ടാൻ 5. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത സാമ്പിളിൽ അതേപോലെ തന്നെ എഴുതുക. ദാറ്റ് ഈസ് tau is 58 is equal to c plus 70 tan alpha. സോ ഒന്നുകൂടെ പറയാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഇക്വേഷൻ tau is equal to c plus sigma tan phi എന്നാണ് നമ്മുടെ ഷിയർ സ്ട്രെസ് ഇക്വേഷൻ. അതിൽ ടോയുടെ വാല്യൂ, ഫസ്റ്റ് സാമ്പിളിന്റെ ടോയുടെ വാല്യൂ 29 is equal to സിയുടെ വാല്യൂ നമുക്കറിയില്ല, സിഗ്മ is 35 tan phi നമ്മുടെ ഇക്വേഷൻ 1 ആണ്. സെക്കൻഡ് നമുക്ക് കിട്ടിയത് tau is 58 is equal to c plus 70 tan 5. നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്, 2 അൺനോൺ ഉണ്ട്. ഈ 2 ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് സി ചെയ്തിരുമ്പോൾ നിങ്ങൾക്ക് സിയുടെ വാല്യൂ വളരെ ചെറിയൊരു വാല്യൂ കിട്ടുന്നത് 4.3 ഇൻറ്റു 10⁻³ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. വളരെ കുഞ്ഞൊരു വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇങ്ങനെ ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സിയുടെ വാല്യൂ നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ഫൈയുടെ വാല്യൂ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 5 വാല്യൂ ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ നിങ്ങൾക്ക് ടോ വാല്യൂ കിട്ടി, 5 വാല്യൂ കിട്ടി. ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യുക? ഇനി അതിനകത്ത് 5 വാല്യൂ നിങ്ങൾക്ക് കിട്ടുക 39.64 സംതിങ് ആണ്. അപ്പോൾ ഞാനിതിപ്പം സ്കിമ്മിൽ നിന്നുള്ള വാല്യൂ ഞാൻ എഴുതുന്നത്, ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളൊന്ന് 39.64 വാല്യൂ ആ റേഞ്ച് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സിയും കിട്ടി, ഫൈയും കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? ഡീവിയേറ്റഡ് സ്ട്രെസ് അറ്റ് ഫെയിലിയർ ആണ് അല്ലേ. സോ ഡീവിയേറ്റഡ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് മൈനസ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആയിരുന്നു നമ്മുടെ ഡീവിയേറ്റഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ ഇവിടെ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് നമുക്ക് ക്വസ്റ്റിൽ കൺഫൈനിങ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കത് 100 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ σ3 ആയിട്ട് നമുക്ക് എടുക്കാം. ഇനി σ1 നമുക്കറിയില്ല, മേജർ നമുക്കറിയില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇനി വേറെ റിലേഷൻ പഠിച്ചിട്ടുണ്ട്. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഷിയർ പാരാമീറ്റേഴ്സും നമ്മൾ റിലേഷൻ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് σ1 is equal to σ3 tan square alpha plus 2c tan alpha. ഇനി ഒരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ആൽഫ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഫെയിലിയർ പ്ലെയിൻ ആണ്. ആൽഫ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആൽഫ എന്ന് പറയുന്നത് 45 പ്ലസ് 5/2 ആണ്. ഓക്കെ, സോ σ1 നമുക്കറിയില്ല, σ3 100 ആണ് ഇൻറ്റു ടാൻ സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 45 പ്ലസ് 5 നമ്മൾ 39.64 നമുക്ക് കിട്ടിയിട്ടുണ്ട് /2 പ്ലസ് 2 ടൈംസ് സിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 4.3 ഇൻറ്റു 10⁻³ ഇൻറ്റു ടാൻ 45 പ്ലസ് 39.64/2 ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് σ1ന്റെ വാല്യൂ 452.428 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. σ1 അറിയാം, σ3 അറിയാം. then ഡീവിയേറ്റഡ് സ്ട്രെസ് അറ്റ് ഫെയിലിയർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. σ1 മൈനസ് σ3, ദാറ്റ് ഈസ് ഇതിൽ നിന്നും 100 മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ദാറ്റ് ഈസ് 352 ആണ് നിങ്ങളുടെ സിഗ്മ അല്ലെങ്കിൽ ഡീവിയേറ്റഡ് സ്ട്രെസിന്റെ വാല്യൂ നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. ഇതാണ് നിങ്ങളുടെ ഡീവിയേറ്റഡ് സ്ട്രെസിന്റെ വാല്യൂ നിങ്ങൾക്ക് വരുന്നതെന്നുള്ളത്. ഓക്കെ, ദെൻ അതിൽ നിന്ന് ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അൺകൺഫൈൻഡ് കംപ്രസ് സിസ്റ്റം എന്താണ് നമ്മൾ തന്നിരിക്കുന്നത്. അതിനകത്ത് QU അല്ലെങ്കിൽ അൺകൺഫൈൻഡ് കംപ്രസ് സിസ്റ്റത്തിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 30 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ മോർ സർക്കിൾ ഫെയിലിയർ കണ്ടീഷനിലെ മോർ സർക്കിൾ വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഫെയിലിയർ പ്ലെയിനും ഫെയിലിയർ എൻവലപ്പും കാണിക്കണം. അതേപോലെ തന്നെ കൊഹിഷന്റെ വാല്യൂം കണ്ടുപിടിക്കണം. ഇതങ്ങനെ വളരെ സിമ്പിൾ ആണല്ലേ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആണ്. എന്താണ്? QU നമുക്ക് തന്നിട്ടുണ്ട്. QU വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ എടുക്കുക? UCCയുടെ ഹാഫ് ആണ് നമ്മൾ
കോഷ്യന്റ് എടുക്കുക, ദാറ്റ് ഈസ് QU/2, ദാറ്റ് ഈസ് 30/2, 15 kN/m², ആണ് നമ്മുടെ കോഷ്യന്റ് വാല്യൂ. ഇനി ഇതിന്റെ മോർ സർക്കിൾ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മോർ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൽ സിഗ്മയും വൈയിൽ ടോയും ആണ് വരേണ്ടത്. ദെൻ നമ്മൾ പറഞ്ഞത് y ഇന്റർസെപ്റ്റ്, ഇത് യൂസീസ് അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ആണ് അല്ലേ. സോ അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് അതിന്റെ ഫെയിലിയർ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എക്സ് ആക്സിന് പാരലൽ ആയിട്ടേ പോകുള്ളൂ. ദാറ്റ് ഈസ് ഇവിടെ C വാല്യൂ 15 ആണെന്ന് നമുക്കറിയാം. സോ ഡയറക്റ്റ്ലി നമുക്ക് y ഇന്റർസെപ്റ്റ് ഇതാണ് നമ്മുടെ ഫെയിലിയർ എൻവലപ്പ് 15 മാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ 15 കോഷ്യന്റ് വാല്യൂ നമുക്കറിയാം. ദാറ്റ് ഈസ് ഇതാണ് കോഷ്യന്റ് വാല്യൂ നമുക്കറിയാം. സോ ഇവിടെ നേരെ ഇങ്ങനെ വരച്ച നമ്മുടെ ഫെയിലിയർ എൻവലപ്പാണിത്. അല്ലെങ്കിൽ നമ്മുടെ മോർ സർക്കിൾ 0യിൽ നിന്നാണ് ഇവിടെ പാസ് ചെയ്യാം. മോർ സർക്കിളിന്റെ റേഡിയസും എന്ത് തന്നെ ആയിരിക്കും? 50 ആയിരിക്കും. കാരണം ഫെയിലിയർ എൻവലപ്പ് തൊട്ട് നമ്മളൊരു പെർപെൻഡിക്കുലർ താഴോട്ട് വരച്ച മോർ സർക്കിൾ ആയിരിക്കും വന്ന് മുട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ 0. ഇവിടെ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ഇല്ല. കാരണം എന്താ? കൺഫൈനിങ് പ്രഷർ യൂസിസിൽ ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് 0 ആണ്. അതുകൊണ്ടാണ് നമ്മുടെ മോർ സർക്കിൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 15. കോഷ്യൻ ആണ് അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. സോ 15 ആയിട്ട് സെൻട്രൽ ആർക്ക് ചെയ്തു. ദെൻ സെൻട്രലിൽ നമ്മൾ ഇങ്ങനെ ഒരു മോർ സർക്കിൾ പ്ലോട്ട് ചെയ്യും. സോ ഈ വാല്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ കോഷ്യൻ വാല്യൂ. അത് തന്നെ എത്രയായിരിക്കും? C വാല്യൂ എന്ന് പറയുന്നത് 15 ആണ്, നമുക്കത് അറിയാം. ദെൻ ഈ σ1 മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും? QU വാല്യൂനോട് ഈക്വൽ ആയിരിക്കും. ദെൻ ഈ വരച്ചിരിക്കുന്നതാണ് നമ്മുടെ ഫെയിലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. ഇനി ഫെയിലിയർ പ്ലെയിൻ കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ വരച്ച പെർപെൻഡിക്കുലർ ഈ ഒരു ഫസ്റ്റ് σ3 അല്ലെങ്കിൽ C ഒറിജിനിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ ആയിരിക്കും നമ്മുടെ ഫെയിലിയർ. എങ്കിൽ ഫെയിലിയർ പ്ലെയിൻ എൻവലപ്പ് മീൻസ് മോർ സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റും ഫസ്റ്റ് മോർ സർക്കിളിന്റെ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും നമ്മുടെ ഫെയിലിയർ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ UCCയിലെ മോർ സർക്കിൾ വരയ്ക്കുന്നത്. ഇത് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ദെൻ ആ മൊഡ്യൂളിൽ നിന്ന് ഒരു ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡിന്റെ തിയറി പോർഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തിയറിയാണ്. നമ്മൾ അതിന്റെ പ്രൊസീജിയർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. നോക്കുക. ദെൻ അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലം പറയാം. അതിനകത്ത് ടെയ്ലർ സ്റ്റെബിലിറ്റി നമ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കി ഒരു 10 മീറ്റർ ഡീപ് കട്ട് കോസി സോയിൽ ഉണ്ടാക്കണം. അതിൽ സിയുടെ വാല്യൂ 35 ആണ്, ഗാമ 18.5 ഒക്കെ തന്നിട്ടുണ്ട്. അതിന് അവിടുത്തെ ബെഡ് റോക്ക് എന്ന് പറയുന്നത് ഹാർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് 15 മീറ്റർ താഴെയാണ് ആ ഒരു ഏരിയയിലുള്ളത്. നമ്മളോട് ഫാക്ടർ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ 30 ഡിഗ്രി സ്ലോപ്പ് തന്നിട്ടുണ്ട്. അതിന്റെ ഡെപ്ത് ഫാക്ടർ 1.5 ആണ്. ഈ ഡെപ്ത് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ടെയ്ലർ നമ്പർ കണ്ടുപിടിക്കാനായിട്ട്, ടെയ്ലർ സ്റ്റെബിലിറ്റി നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഡെപ്ത് ഫാക്ടർ യൂസ് ചെയ്യാം. അതായത് ഡെപ്ത് ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു സ്ലോപ്പിന്റെയും ആ ഒരു ടോട്ടൽ ഡെപ്തും അതുപോലെ തന്നെ അവിടെ ഹാർഡ് റോക്ക് വരുന്ന ഡെപ്ത് എവിടെയാണ് നോക്കുക. സോ ആ ഹാർഡ് സ്ട്രേറ്റം വരുന്ന ഡെപ്ത് ഡിവൈഡഡ് ബൈ നമ്മുടെ സ്ലോപ്പിന്റെ ഒറിജിനൽ ഡെപ്ത്, അതാണ് ഇവിടുത്തെ ഡെപ്ത് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെപ്ത് ഫാക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ട് ടെയ്ലേഴ്സ് നമ്പർ ഉണ്ട്. നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി ഡെപ്ത് ഫാക്ടർ 1.5ഉം സ്റ്റെബിലിറ്റി നമ്പർ കറസ്പോണ്ടിങ് സ്റ്റെബിലിറ്റി നമ്പർ തന്നിട്ടുണ്ട്. സോ നമ്മളിവിടെ ഡെപ്ത് ഫാക്ടർ കണ്ടുപിടിച്ചാൽ എന്ത് തന്നെ വരിക? ഹാർഡ് റോക്ക് കണ്ടുപിടിക്കുന്ന ഡിസ്റ്റൻസ് ഡെപ്ത് എന്ന് പറയുന്നത് 15 ആണ്, ഡിവൈഡ് ബൈ നമ്മുടെ സ്ലോപ്പിന്റെ ഡെപ്ത് 10 ആണ്. സോ ഡെപ്ത് ഫാക്ടർ ഇവിടെ 1.5 തന്നെ വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെസൺ വരെ നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. ഓക്കെ, സോ സ്റ്റെബിലിറ്റി നമ്പർ ഇൻ ടേംസ് ഓഫ് കോഷ്യൻ, ഫാക്ടർ ഓഫ് സേഫ്റ്റി കോഷ്യനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? C ഡിവൈഡഡ് ബൈ x into gamma into h. ഈ 8 ഇക്വേഷൻ കൊടുത്താൽ മതി. 4 മാർക്ക് ആയിരുന്നു പ്രോബ്ലത്തിന്. സിമ്പിൾ അല്ലേ? 8 ഇക്വേഷൻ കൊടുത്താൽ മതി. സ്റ്റെബിലിറ്റി നമ്പർ നമുക്കറിയാം ഇറ്റ് ഈസ് 164 ആണ്. കോഷ്യന്റെ വാല്യൂ 35 ആണ്. FC ഫാക്ടർ ഓഫ് സേഫ്റ്റി കോഷ്യൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഗാമ എന്ന് പറയുന്നത് 18.5 ആണ്. നമ്മുടെ സ്ലോപ്പിന്റെ ഹൈറ്റ് 10 ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ കോഷ്യൻ കണ്ടുപിടിക്കുക 1.153 കിട്ടും. സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ. ഇതാണ് ഇതിന് ചോദിച്ചിരുന്ന ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ചോദിച്ചത് ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡിന്റെ പ്രൊസീജിയർ ആണ്. ഓക്കെ, ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡിന്റെ പ്രൊസീജിയർ, ആ പ്രൊസീജിയർ നമ്മൾ സ്പീഡ് സർക്കിൾ മെത്തേഡ് ഉണ്ട്, ഫ്രിക്ഷൻ സർക്കിൾ മെത്തേഡ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പ്രൊസീജിയർ ഒന്ന് പഠിച്ചുകൊണ്ട് പോകാതെ ഈ ഒരു മൊഡ്യൂൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇതും നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ട്രൈ ആക്സൽ ഷിയർ ടെസ്റ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഷിയർ ടെസ്റ്റ്, അതിന്റെ ഏതെങ്കിലും ഒരു പ്രോബ്ലം എപ്പോഴും ഇങ്ങനെ ഏതൊരു മാറി നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ 4 and 5 മൊഡ്യൂളിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഓക്കെ, അത് ചെയ്ത് നോക്കാൻ കിട്ടുന്നുണ്ടോ? താങ്ക് യു.